കഴിഞ്ഞിട്ട് സംഭവം കാണിക്കാം. ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന ഒരു 1-2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് അത് കുതിർന്ന് വന്നതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് അരച്ചത്, 1-2 സ്പൂൺ. എന്നിട്ട് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പെപ്പർ ചതച്ചത്, കായപ്പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടണം. ഇത് രണ്ടുമാണ് മെയിൻ നമുക്ക് ഈ ക്രിസ്പിനെസ് നൽകുന്ന സംഭവം. അത് മാറ്റി വെച്ച നേരം കൊണ്ട് വട വെറുതെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. മസാല ദോശ ഉണ്ടാക്കാൻ വെച്ചാൽ മസാല ഉണ്ടാക്കി ഞാൻ വട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറ്. സ്റ്റീൽ അരിപ്പയിൽ മേലിനെ വെച്ചിട്ട് ഹോളിട്ടിട്ട് വെച്ച് കൊടുക്കും. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട്. ആൻഡ് കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാറുണ്ട്. അത് ഈ പറഞ്ഞ അരിപ്പൊടിയും പഞ്ചസാര ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ചട്നി ഉണ്ടാക്കി, പിന്നെ ദോശ ചുട്ട് അതിലേക്ക് മസാലയും വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മസാല ദോശയും റെഡി. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ രാവിലെ ഞങ്ങളുടെ മെയിൻ ഡിഷാണത് പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പഞ്ചസാര അരിപ്പൊടിയുടെ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.